കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ ഭരണപ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിഷയത്തിൽ മന്ത്രിമാർ നാളെ ഗവർണറെ കാണും. അതിനിടെ കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് തർക്കം പോലീസ് കേസിലേക്ക് നീങ്ങി. ഡോക്ടർ സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും താൽക്കാലിക VC-മാരായി വീണ്ടും നിയമിച്ചതിനെതിരെ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരുന്നു. നാളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും നിയമമന്ത്രി P രാജീവും രാജ്ഭവനിലെത്തി ഗവർണറുമായി ചർച്ച നടത്തും. ഫോണിലൂടെ അറിയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ലഭിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഗവൺമെന്റ് സെക്രട്ടറിക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ ഗവൺമെന്റ് അവർക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മന്ത്രിമാരായിട്ടുള്ള സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ അവർക്ക് പോകാവുന്നതാണ് എന്ന നിലയിലാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണമോ എന്നത് നാളത്തെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. അതിനിടെ സിൻഡിക്കേറ്റ് റൂം അനുമതി കൂടാതെ തുറക്കരുതെന്ന് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന് VC നിർദ്ദേശം നൽകി. എന്നാൽ റൂമിന്റെ താക്കോൽ കാണാനില്ലെന്നാരോപിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ പോലീസിന് പരാതിയും നൽകി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ഇന്നലെ മിനി കാപ്പനും പോലീസിൽ പരാതി നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.